day with our sweet Jesus, walking with the beautiful Holy Spirit on Arise and Shine. എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. എന്റെ യേശു എത്ര നല്ലവനാണ്, എന്റെ യേശു എത്ര സുന്ദരനായിരിക്കും അല്ലേ? അതൊന്ന് പാടിയേ. ഓ എൻ പ്രിയനെപ്പോൾ സുന്ദരനായാലേ Yes,
യേശുവിനോട് നീ പറഞ്ഞാൽ സ്നേഹിതനില്ല ആ കുരിശിൽ. When he was on that cross, പെട്ട പാടുകൾ എന്നും താൻ കരത്താൽ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെ. എന്നെ നന്നായി നടത്തും എന്റെ വീട്ടിൽ ചേരും വരെ എന്ന് പറഞ്ഞാൽ എന്നെ ജയകരമായി ലോകത്തിൽ നടത്തുമെന്ന്. ഒന്ന് പറഞ്ഞേ, എന്റെ ഇന്നത്തെക്കാളും അനുഗ്രഹമായിരിക്കും നാളെ. എന്റെ നാളത്തെക്കാളും അനുഗ്രഹമായിരിക്കും മറ്റന്നാള്. എന്റെ മുന്നോട്ടുള്ള നാളുകൾ എന്നുവരെ എന്നെ വീട്ടിൽ ചേർക്കും വരെയും എന്നെ നന്നായി നടത്തും. ലോക അവസാനത്തോളം എല്ലാ നാഴികയിലും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞ നല്ല യേശു. He is our good friend. He is our Father. He is our Father. നമ്മുടെ ഇടയനാണ്. എത്ര പേർ പറയും യേശു എന്റെ ഇടയനാണ്, യേശു എന്റെ ഇടയനാണ്, യേശു എന്റെ ഇടയനാണ്, യേശു എന്റെ ഇടയനാണ്. അവൻ യേശുയാ എന്റെ ഇടയനാകുന്നു, യേശുയാ എന്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല, നമുക്ക് മുട്ടുണ്ടാകില്ല, നമുക്ക് മുട്ടുണ്ടാകില്ല. ഇത് പാടുന്നവർക്ക് ഒരു മുട്ടും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് പാടുന്നവർക്ക് ഒരു മുട്ടും ഒരു സാഹചര്യം. ഇതാർക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? സങ്കീർത്തനം 23 അല്ല, ഇത് ജീവിത കഥയാണ് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ if you ask everyone here at Heavenly Feast, സ്വർഗീയ വിരുന്ന് സഭയിൽ അല്ല, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ആൻഡ് ഡിന്നർ അവർ ഭക്ഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ Arise and Shine Inner Chamber under his wings ഒക്കെ ഈ ദിവസങ്ങൾ കാണുന്നവരോട് ചോദിച്ചാൽ 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാലും അത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, 10,000-കണക്കിന് സാക്ഷ്യങ്ങൾ. So many, and they are all saying about miracles. Why? എന്തുകൊണ്ട്? കാരണം it is him who is leading us. യേശു യാഹവേ. ഒന്ന് പറഞ്ഞേ ഇന്ന് രാവിലെ ഒരു കർത്താവിന്റെ സന്തോഷം വ്യാപരിക്കുന്നു കേട്ടോ. ഒന്ന് പറഞ്ഞേ, യേശു യാഹ എന്റെ ഇടയൻ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തൊന്ന് പറഞ്ഞു, കൈ. യേശു യാഹ എന്റെ ഇടയൻ, എനിക്ക് ഒരു നോട്ട് അറൈസ് ആൻഡ് ഷൈൻ. ഭയപ്പെടേണ്ട, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഹല്ലേലൂയ. ലോകമെമ്പാടും വിവിധ പ്ലാറ്റ്ഫോമുകളിലായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഹെവൻലി ഫീസ്റ്റിന്റെ അറൈസ് ആൻഡ് ഷൈന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇന്ന് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ പദ്ധതി അത് വലുതും വിശാലമാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. കർത്താവിന്റെ വചനം പറയുന്ന പോലെ കർത്താവിന്റെ നാമം നമ്മൾ എവിടെ പറയുന്നു, കർത്താവ് അവിടെ അത്ഭുതം ചെയ്യാൻ മതിയായവന്. നമ്മൾ എവിടെ കർത്താവിന്റെ നാമം നമ്മൾ പറയുന്നു, വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾസ് നമ്മുടെ കൺമുമ്പിൽ വിറ്റ്നസ് ചെയ്യാൻ കർത്താവ് നമുക്ക് ഓപ്പർച്യൂണിറ്റി തരും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് കർത്താവ് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മളോടൊപ്പം ഇന്ന് ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനായിട്ട് കാട്ടാക്കര എന്ന RSS സിസ്റ്ററും ബ്രദർ ആഷേറും ഉണ്ട്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കാനായിട്ട് നിതിൻ ബ്രദർ. ദൈവത്തിൽ കർത്താവ് ചെയ്തത് ഒരിക്കലും നമുക്ക് വാക്കുകളെ വിശദീകരിക്കാൻ പറ്റുന്നതല്ല. ഹൈപ്പർ ആക്റ്റീവ് സിൻഡ്രോം ഉണ്ടായിരുന്ന ആഷേറിനെ കർത്താവ് വിടുവിച്ചു. അതുപോലെ ആ മക്കളുടെ പഠിത്തത്തെ, വിദ്യാഭ്യാസത്തെ കർത്താവ് മാനിച്ചുയർത്തി. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്ന കുടുംബത്തെ കർത്താവ് അവിടെ നിന്ന് ഉയർത്തി മാനിച്ചു. ഇതെല്ലാം നമുക്ക് RSSന്റെ വാമൊഴിയായി തന്നെ കേൾക്കാം. RSS ഓവർ ടു യു. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ആർഷ. ഞാൻ ട്രിവാൻഡ്രം ഔട്ടർ ഡയോസിസ്
ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. കർത്താവിനെ അറിയുന്നതിന് മുന്നേ എൻ്റെ ലൈഫിൽ എന്ന് പറയുന്നത്, ഞാൻ ഉറക്കം എണീറ്റ് വീടിന് മുന്നിൽ ഇറങ്ങി നിൽക്കുമ്പോഴേ പപ്പായുടെ കടക്കാര് വന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്. പപ്പ അവര് വന്നിട്ട് കുഞ്ഞായിരിക്കുന്ന എൻ്റെ തലയെ തൊട്ട് അവര് ശാപവാക്കുകൾ പറഞ്ഞിട്ട് പോകും. ഈ കുഞ്ഞിനെ കൊണ്ട് നീ അനുഭവിക്കും, ഈ കൊച്ചു കാരണം നീ ജീവിതത്തിൽ ഒരു ഉയർച്ചയും പ്രാപിക്കത്തില്ല, ഈ കൊച്ചിനെ കൊണ്ട് തന്നെ നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോ ശാപവാക്കുകൾ ഇട്ടിട്ട് ആ കടക്കാര് പുറത്തോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒത്തിരി ആയുധങ്ങളൊക്കെ ആയിട്ട് വരുന്നത് കാണാം. പപ്പേനെ അടിക്കാനായാലും വെട്ടുകത്തിയൊക്കെ ആയിട്ട് വരാറുണ്ട്. കാരണം പപ്പേനെ ഉപദ്രവിക്കാനായിട്ട്. കാരണം പപ്പ പൈസ കൊടുക്കാൻ പപ്പയുടെ കയ്യിൽ ഇല്ല. അങ്ങനെ പേടിച്ച് ഞാന് ഉറക്കം പോലും ഇല്ലാണ്ട് സ്കൂളിലൊക്കെ പോകാൻ ഇറങ്ങി പോകാൻ പേടിയാ. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ കടക്കാരെങ്കിലും ഒരാള് വീടിന്റെ പുറത്തുണ്ടാവും. കാരണം ആരെങ്കിലും പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ സ്കൂളിൽ പോലും പോകാൻ പറ്റാണ്ട് വീട്ടിനകത്ത് പേടിച്ചിരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ 2009 ഞങ്ങൾ കർത്താവിനെ അറിയുന്നത്. 2009 കാട്ടാക്കടയിൽ ഒരു കൺവെൻഷൻ നടന്നു. അന്ന് തോമസുട്ടി ബ്രദർ അവിടെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സഭയിലെ കുറച്ച് അങ്കിളുമാര് ഞങ്ങളോട് ഒന്ന് പറഞ്ഞു, നിങ്ങൾ ആ മീറ്റിങ്ങിലോട്ട് കടന്നു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷമുള്ള ആ മീറ്റിങ്ങിലോട്ട്, കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിങ്ങിലോട്ട് ഞങ്ങൾ കടന്നു പോവുകയും അന്ന് ആ മീറ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ ഹൃദയത്തിൽ എന്തെന്നില്ലാത്തൊരു സമാധാനം ഞങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങി. അന്ന് ആ മീറ്റിങ്ങിൽ വെച്ച് കാട്ടാക്കട ട്രിവാൻഡ്രം കാർത്തികരുന്നാൾ ഓഡിറ്റോറിയത്തിലാണ് ഹെവലി ഫീസ്റ്റിന്റെ ആരാധന നടക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞു. അങ്ങനെ പിറ്റേ ഞായറാഴ്ച മുതൽ ഞങ്ങൾ അവിടെ ആരാധനയിൽ കടന്നു പോകാൻ തുടങ്ങി. അന്ന് സാബ്രാർ ആയിരുന്നു ഞങ്ങളുടെ ശുശ്രൂഷകൻ. അതിനുശേഷം 2010 എൻ്റെ അനിയൻ ജനിക്കുന്നത്. ഇതാണ് അനിയൻ, ആഷർ എന്നാണ് അവന്റെ പേര്. അവൻ ജനിച്ചതിന് ശേഷം അവനൊരു 1 വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ അവന് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അവൻ ഭയങ്കര അഗ്രസീവ് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അവൻ പോയി നിലത്ത് തല മുട്ടിക്കുക, അവനെ സ്വയം ഉപദ്രവിക്കുക, അല്ലെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള പലതരത്തില് അവന്റെ ഉള്ളിലുള്ള ആ ഹൈപ്പർ ആക്ടിവിറ്റി മൂലം ഉണ്ടാവുന്ന സ്വഭാവം അവൻ പുറത്തെടുക്കാൻ തുടങ്ങി. അവൻ അമ്മയുടെ കയ്യിൽ നിന്ന് അവൻ ആരുടെ കയ്യിലോട്ട് മാറത്തില്ല. അവനെ എടുത്തു വെച്ചിരിക്കുന്ന സൈഡിൽ ഒരു ബാഗോ ഒരു ഷോളോ എങ്ങനെ അമ്മയുടെ സൈഡിലുണ്ട്, അതിനെയൊക്കെ വലിച്ച് തറയിലെറിയുക, കഴുത്തി കിടക്കുന്ന മാല പൊട്ടിക്കുക, അമ്മയുടെ മുടി വലിച്ച് ഉപദ്രവിക്കുക, അങ്ങനത്തെ ഒത്തിരി പ്രവണത അവന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ തുടങ്ങി. അങ്ങനെ 3 വയസ്സായപ്പോഴും ഇവൻ അമ്മ എന്ന് മാത്രമേ സംസാരിച്ചുള്ളൂ. ഇവൻ വേറൊന്നും സംസാരിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഇവനെ ഞങ്ങൾ ഒരു നഴ്സറിയിൽ വിട്ടു. അങ്ങനെ സംസാരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ വിട്ടത്. അവിടെ വിട്ടപ്പോഴത്തേക്ക് ടീച്ചേഴ്സിന് ഇവനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവിടെ ടീച്ചേഴ്സിന് ഉപദ്രവം, കൂടെ ഇരിക്കുന്ന കുട്ടികളെ ഉപദ്രവം, ഇവൻ കൊണ്ടുപോകുന്ന സാധനം ഫുഡൊക്കെ വലിച്ചെറിയുക, കയ്യിൽ കടിക്കുക, ഇങ്ങനത്തെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ബിഹേവിയർ കാരണം ടീച്ചേഴ്സ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ ഒന്നിൽ കൊണ്ടുവരതിൽ ഡോക്ടറെ കാണിക്ക്, അല്ലെങ്കിൽ കുഞ്ഞ് ഓക്കെ ആയിട്ട് ഈ കുഞ്ഞിനെ സ്കൂളിലോട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവനെ ഒത്തിരി പീഡിയാട്രീഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോയി. അങ്ങനെ മെഡിക്കൽ കോളേജിൽ ബിഹേവിയറൽ തെറാപ്പി സെക്ഷനിൽ ഒരു പീഡിയാട്രീഷ്യനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടുത്തെ ആ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ഞങ്ങളോട് പറഞ്ഞു, ഈ കൊച്ചിനെ ചങ്ങല കിട്ടിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു. കാരണം ഇവ അവിടെ പോയിട്ട് ഭയങ്കര ബഹളമാണ്, ഡോക്ടേഴ്സിന്റെ മേശപ്പുറത്തിരിക്കുന്ന സാധനമൊക്കെ വലിച്ചെറിയുക. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു, ഇത് ഇത്രയും ഗ്യാപ്പ് എനിക്ക് ശേഷം 7 വർഷത്തിന് ശേഷം ഇവൻ ജനിക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ഈ കുഞ്ഞിന് ഇങ്ങനെ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായത്. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് സമയമൊക്കെ വേണം. സ്പീച്ച് തെറാപ്പി പോലുള്ള തെറാപ്പികളിലൂടെ അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥലത്ത് നിന്ന് അടുത്ത് ലാസ്റ്റ് ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ അവരാ പറഞ്ഞ് കൊച്ചിനെ ചങ്ങലക്ക് ഇട്ടിട്ട് ഫുഡ് കൊടുക്കണമെന്ന്. അപ്പൊ ഇത് കേട്ടപ്പം ഞങ്ങളുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭാരം. കാരണം ഇത്രയും ചെറിയൊരു കുഞ്ഞിനെ ചങ്ങലക്ക് ഇട്ടിട്ടൊക്കെ ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അങ്ങനെ ഒത്തിരി വേദനയോടെ ഞങ്ങൾ അന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്നത്. ഇവൻ കയ്യിലിരുന്ന് ഇങ്ങനെ ബഹളം വെച്ചോണ്ടിരിക്കുക. സൺഡേ മീറ്റിംഗിൽ പോയാൽ ഇവൻ ബഹളം വെക്കും, അവിടെ നിന്ന് താഴെ ഇറങ്ങി പോവും, അടുത്തിരിക്കുന്നവരെയൊക്കെ ഉപദ്രവിക്കുന്ന പറഞ്ഞ ഇവനെ ഞങ്ങൾക്ക് സൺഡേ മീറ്റിങ്ങിലും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവനെ ബിഹേവിയറൽ തെറാപ്പിയിൽ കാണിച്ചിട്ട് ഞങ്ങൾ ആ ഞായറാഴ്ച സൺഡേ മീറ്റിങ്ങിലോട്ട് പോയി. സൺഡേ മീറ്റിങ്ങിൽ പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം അവിടെ ഇരിക്കാൻ ഇവ സമ്മതിക്കത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ സാബു ബ്രദർ ആ വർഷിപ്പ് ലീഡ് ചെയ്യുന്നത്. ബ്രദർ വർഷിപ്പ് ലീഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ബ്രദർ ഒരു പാട്ട് പാടി, നല്ല തുള്ളിച്ചാടി നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പാട്ട് പാടിയപ്പോൾ ഇവ അമ്മയുടെ കയ്യിൽ നിന്ന് നിലത്തോട്ട് ഇറങ്ങി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇവൻ കൊണ്ടുപോയി തല മുട്ടിക്കാനാ തറയിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മ കൂടെ എണീറ്റു. എന്ന് വെച്ചാൽ ഇവൻ പോയി മുട്ടിച്ചു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആണ്. അങ്ങനെ അമ്മ പോയി ഇവനെ എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇവ അവിടെ നിന്ന് ആരാധിക്കാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി, അവിടെ നിന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലോട്ട് വന്ന്. അതിനുശേഷം ഇവൻ ഈ അഗ്രഷൻ പുറത്തെടുക്കുന്നില്ല, ഇവൻ പിന്നെ ബഹളമൊന്നും വെക്കുന്നില്ല.
ഇവ ആളാകെ അങ്ങ് മാറിയതുപോലെയായിരുന്നു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി കർത്താവ് അവനെ അവിടെ വെച്ച് തൊട്ടു എന്നുള്ളത്. അതിനുശേഷം ആ ആഴ്ച ഞങ്ങൾ ഇവനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവനിൽ ഒരു ഒത്തിരി മാറ്റം കണ്ടു തുടങ്ങി. പിന്നെ പിന്നെ ഇവ സംസാരിക്കാൻ തുടങ്ങി. അമ്മാന്ന് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന കൊച്ചിന്റെ വായിൽ നിന്ന് അവൻ പിന്നെ പപ്പാന്നും ചേച്ചിന്നും ഒക്കെ മാറി മാറി വിളിക്കാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവൻ ഉൾക്കൊണ്ട് അവൻ കേട്ടിട്ട് അവ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. അതുവരെ അവൻ ഒന്നും സംസാരിക്കാതെ വെറുതെ ശബ്ദം മാത്രം ഉണ്ടായിക്കൊണ്ടിരുന്ന വ്യക്തി അവൻ. അവൻ പെട്ടെന്ന് തിരിച്ച് ഞങ്ങൾ പറയുന്നതിനൊക്കെ മറുപടി പറയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവനെ സ്കൂളിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തു. അങ്ങനെ ആ സ്കൂളിലും അവൻ ഏറ്റവും ടോപ്പായിട്ടാണ് പഠിച്ചത്. പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവൻ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ സ്കൂളിൽ ഇങ്ങനെ സ്റ്റാർ റേറ്റിംഗിൽ അവർ കൊടുക്കും, ഇങ്ങനെ ഗോൾഡൻ സ്റ്റാർ, റൂബി, ഏറ്റവും ടോപ്പ് സ്റ്റാർ റൂബി സ്റ്റാർ ആയിരുന്നു. അങ്ങനെ തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം ഇവർ റൂബി സ്റ്റാർ മേടിക്കുന്ന സ്റ്റുഡന്റ് ആയിട്ട് മാറി. അങ്ങനെ കർത്താവ് അവനെ അവിടെ അവന്റെ വിദ്യാഭ്യാസത്തിൽ ഒത്തിരി മാനിച്ചു. അതുപോലെ തന്നെ അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവന് ഡെന്റൽ ഇൻഫെക്ഷൻ കാരണം ഇവന്റെ ബ്രെയിൻ ഒത്തിരി മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ബ്രെയിനിലോട്ട് ഇവന്റെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയി. അങ്ങനെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയപ്പോഴത്തേക്ക് ഇവന് പനി വന്ന് ഇവനെ ഞങ്ങൾ ഒത്തിരി ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ചു. അതിനോടൊപ്പം തന്നെ ഇവന് ഗ്യാസ്ട്രൈറ്റീസിന്റെ പ്രശ്നവും കൂടെ വന്നു. അങ്ങനെ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഇതിന് നമുക്ക് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മെഡിസിൻസ് കൊടുത്തു നോക്കാം. ഞങ്ങൾ നോക്കിയപ്പോൾ ഇത്രയും മെഡിസിൻസ് കൊടുത്തിട്ട് ഈ കൊച്ചിന് കുറയുന്നില്ല. അങ്ങനെ ഒരു ദിവസം പനി കൂടി ഇവനെ ഞങ്ങള് SIT തന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇങ്ങനെ പനി കൂടി നിൽക്കുന്ന ഒരു കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, നിങ്ങൾ ഞങ്ങളെയല്ലേ കുറ്റം പറയുള്ളൂ, കൊച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നത് മരണം അല്ലാണ്ട് വേറൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഇവനെ ബെഡിൽ കിടത്തിയിട്ട് ഞാനും അമ്മയും ഇവന്റെ അടുത്തുണ്ട്. ഇവൻ പെട്ടെന്ന് നീല കളറാവാൻ തുടങ്ങി. ശരീരം മുഴുവൻ നീല കളറിലോട്ട് മാറാൻ തുടങ്ങി. ഇവന്റെ പനി കൂടുന്നുണ്ട്, ശരീരമൊക്കെ തണുക്കുന്നുണ്ട്. അപ്പം പപ്പ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് ഈ കൊച്ചിന്റെ മരണം കാണണ്ട, ഞാൻ പുറത്തോട്ട് പോവാണെന്ന് പറഞ്ഞ് പപ്പ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് പോയി. ഈ കൊച്ചിന്റെ മരണം കാണാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പപ്പ പെട്ടെന്ന് ഇറങ്ങി റൂമിന്റെ പുറത്തോട്ട് പോയി. അപ്പൊ ഇവന്റെ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഇവൻ പെട്ടെന്ന് നീല കളറാവുന്നു, ഇവന്റെ ശരീരം തണുത്ത് മരവിച്ച് ഇവൻ കണ്ണ് തുറക്കുന്നില്ല, വായൊക്കെ തുറന്നു തുടങ്ങി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി എന്താ കൊച്ചിന് പറ്റുന്നതെന്ന്. ഞങ്ങൾക്ക് ഇവന്റെ നെഞ്ചത്തോട്ട് കൈവയ്ക്കുമ്പോൾ അവന്റെ ഹാർട്ട് ബീറ്റ് അറിയുന്നില്ല. ആകെ ഒരു റെസ്പോൺസ് ഇല്ലാതെ കൊച്ചു കിടക്കുക. ഞങ്ങൾ വെള്ളം തളിച്ച് നോക്കി, എന്നിട്ട് എണീക്കുന്നില്ല. ചൂട് കൊടുത്തു നോക്കി, എന്നിട്ടും അവൻ എണീക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഞാനും അമ്മയൊക്കെ ഇരുന്ന് കരയുക, കാരണം കൊച്ചു മരിച്ചു കിടക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പൊ ഞാന് പെട്ടെന്ന് പ്രെയർ ടവറിലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അന്ന് നവീൻ ബ്രദറാ കോൾ എടുത്തത്. നവീൻ ബ്രദർ എന്നോട് പറഞ്ഞു മോള് അവന്റെ നെഞ്ചത്തോട്ടൊന്ന് കൈവയ്ക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നെഞ്ചിൽ കൈവച്ചപ്പോഴും അവന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് അറിയുന്നില്ല, ഹാർട്ട് ബീറ്റ് അറിയില്ല അവന്റെ. അപ്പൊ നെഞ്ചിൽ കൈവച്ച് ഞാനും അമ്മ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എന്റെ കൈയുടെ പുറത്തോട്ട് ഒരു ചൂടിറങ്ങി, ഒരു ബേണിംഗ് ഒരു സെൻസേഷൻ പോലെ ഉണ്ടായി. ഞാൻ കൈ പെട്ടെന്ന് വലിച്ചു. അങ്ങനെ പെട്ടെന്ന് ബ്രദർ പ്രാർത്ഥിച്ച് കോളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഇവന്റെ ദേഹം വിയർക്കാൻ തുടങ്ങി. ഇവൻ വിയർത്ത് പനി പതുക്കെ പതുക്കെ വിടാൻ തുടങ്ങി. അതുപോലെ നീല കളറ് ഞങ്ങളുടെ കണ്ണു മുന്നിൽ തന്നെ അത് കാണുന്നുണ്ടായിരുന്നു. നീല കളർ ഇവന്റെ ശരീരത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ശരീരത്തിൽ നിന്ന് മാറി ഇവൻ പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് അവൻ ഞങ്ങളോട് പറഞ്ഞു അമ്മ ഞാന് സ്വർഗത്തിൽ പോയി, അവിടെ തിളങ്ങുന്ന ഒരു കസേരയില് നല്ല ഒരു വസ്ത്രം ധരിച്ച ഒരു മനുഷ്യരൂപം ഞാൻ കണ്ടു എന്ന് ഇവൻ ഞങ്ങളോട് പറഞ്ഞു. അതിപ്പോ ആഷർ തന്നെ പറയാം അവൻ എന്താ കണ്ടേന്നുള്ളത്. ആ സമയത്ത് അവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഒരു ഓർമ്മയില്ലാതെ കിടക്കുന്ന സമയത്താണ് ഞാന് സ്വർഗത്തിലോട്ട് പോയി. അവിടെ ഒരു തിളങ്ങുന്ന കസേരയിൽ ഒരു മനുഷ്യരൂപം, തിളങ്ങുന്ന കറക്റ്റ് ഒരു ഫുള്ളൊരു വൈറ്റ് കളറിലുള്ള ഒരു മനുഷ്യരൂപമാണ് ഞാൻ കാണുന്നത്. അത് കഴിഞ്ഞ് കണ്ണ് തുറന്നപ്പോ എല്ലാരും പേടിച്ച് കരഞ്ഞ് കലങ്ങിയ മുഖത്തോടെ നിൽക്കുന്നത് ഞാൻ കണ്ടത്. എനിക്കും അറിയത്തില്ല എന്താ നടന്നതെന്നൊന്നും. അങ്ങനെ അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അവനോട് ഇങ്ങനെയാ സംഭവിച്ചത്, നീ മരിച്ചു കിടന്നതാ, ഞങ്ങൾ ഇവിടെ ഇത്രയും നേരം നിനക്കടുത്ത് അമ്മ പോയി പപ്പയുടെ അടുത്ത് പറഞ്ഞു ഈ കൊച്ചിന്റെ അളവിൽ പെട്ടി പോലും കിട്ടൂലല്ലോ എന്ന് അമ്മ കരഞ്ഞ് പറഞ്ഞിട്ട് വന്നിരുന്നപ്പോഴാണ് അവൻ ഈ ഉണർന്നിരുന്ന് ഈ കാര്യം ഞങ്ങളോട് പറയുന്നത്. കാരണം ഞങ്ങൾ കരഞ്ഞ് അത്രയും അവശതയിൽ ഇരിക്കുക, ഇത്രയും ഇതായിട്ട് കിട്ടിയിട്ട് ആ കൊച്ചിനെ നഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ ഇരുന്നപ്പോഴാവും വന്ന് പറയുന്നത് ഞാൻ കർത്താവിനെ കണ്ടു എന്നുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയും അവന്റെ ലൈഫിൽ പിന്നെ അങ്ങനെ ഒരു പനിയോ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ കാരണം ഒരു ബുദ്ധിമുട്ടോ അവന് ഉണ്ടായിട്ടില്ല. അങ്ങനെ കർത്താവ് അവന്റെ വിദ്യാഭ്യാസത്തില് അവന്റെ ജീവിതത്തിൽ അവൻ ഒത്തിരി കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് അവൻ ഇതുപോലെ പ്രാർത്ഥനയിലായാലും മീറ്റിങ്ങുകളിലായാലും ഒത്തിരി തവണ കർത്താവിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാന് +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്ത ടൈം ഞാൻ അഡ്മിഷൻ എടുത്ത ഒരു കോളേജിൽ ജോയിൻ ആയി. ശ്രീകാര്യത്താണ് ഞാൻ ജോയിൻ ആയത്. അവിടെ ജോയിൻ ആയി ഞാൻ BSc സൈക്കോളജിക്ക് അഡ്മിഷൻ എടുത്ത്. ആ സമയം മുതൽ എനിക്ക് നടുവേദന
നട്ടലില് എനിക്ക് വേണ്ട ഒരു ഗ്യാപ്പ് ഇല്ല. രണ്ട് എല്ലുകളുടെ ഇടയിൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഇല്ല. രണ്ട് എല്ലുകൾ തമ്മിൽ ചേർന്നിരിക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, സർജറി ചെയ്താലും ഒരു ചാൻസും ഇല്ല, ഹർഷ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ, പാരലൈസ്ഡ് ആയി പോകുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമുക്ക് ബെൽറ്റ് ഇടാന്ന് പറഞ്ഞു, ലൈഫ് ലോങ് ബെൽറ്റ് ഇട്ട് നമുക്ക് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇനി കോളേജിൽ പോയാലും ഇരിക്കാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഒരു പീരീഡ് ഞാൻ ഇരുന്നാലും ബാക്കിയുള്ള 6 പീരീഡും ഞാൻ സിക്ക് റൂമിലായിരിക്കും. അപ്പൊ അവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു നിനക്ക് ഞങ്ങൾ ഈ സിക്ക് റൂം അങ്ങ് എഴുതി തരാം, നീ അവിടെ തന്നെ ഇരുന്നു, അതായിരിക്കും നല്ലത്. കാരണം ഈ ക്ലാസ്സിൽ വന്നിട്ട് ക്ലാസ്സിൽ പഠിക്കാനും ഇരിക്കുന്നില്ല, ഈ സിക്ക് റൂമിൽ പോകാനാണെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ. അല്ലെ വന്നാൽ ഞങ്ങൾ ഇതങ്ങ് എഴുതി തരാം, ഇത് മാത്രമായിട്ട് നിനക്ക് ഞങ്ങൾ അങ്ങ് എഴുതി തരാം എന്നുള്ള കണ്ടീഷനായി. അങ്ങനെ ഞാന് കോളേജിൽ പോയാലും ഇതാണ് അവസ്ഥ. ക്ലാസ്സിൽ ഇരിക്കാതെ ഞാൻ എണീറ്റ് സിക്ക് റൂമിൽ പോയി കിടക്കും. അങ്ങനെ വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ട്, എനിക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ ഈ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്ത ദേഷ്യം, എന്റെ ഉള്ളിനകത്ത് വല്ലാത്ത ദേഷ്യവും സങ്കടവും. എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, എനിക്ക് നേരെ ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആരോടും മിണ്ടാൻ തോന്നുന്നില്ല. അമ്മയും പപ്പ എന്തേലും വന്ന് പറഞ്ഞ പിന്നെ തീർന്നു അവരുടെ കാര്യം. കാരണം ഞാൻ അവരോട് വെറുതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. അവരെന്ത് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എനിക്ക് വേണ്ട, എനിക്ക് ഫുഡിന്റെ ആവശ്യമില്ല, എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നുള്ള ചിന്തയൊക്കെ എന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആ സമയത്ത് ഞാൻ ബൈബിള് വായിക്കില്ല, പ്രാർത്ഥിക്കില്ല. ആ സമയത്ത് ആകെ ഒരുമാതിരി ഇരുട്ട് മാത്രം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സമയം. അങ്ങനെ ആ ഡിസംബർ 31 അന്ന് രാവിലെ 10 മണി വരെയും ഞാൻ മീറ്റിങ്ങിന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. ഡിസംബർ 31 മീറ്റിംഗിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വഴക്കുണ്ടാക്കി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പപ്പയും അമ്മയും നിർബന്ധിച്ച് എന്നെ മീറ്റിങ്ങിന് വരാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത്രയും വയ്യാത്തൊരു ആളാണ് ഞാൻ, അപ്പൊ ഞാൻ എങ്ങനെ ഈ കാറിലിരുന്ന് ഇത്രയും ദൂരം വരും അമ്മ, എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അമ്മ പറഞ്ഞു നീ എന്തായാലും വാ, നമുക്ക് എന്തായാലും മീറ്റിങ്ങിന് പോവാം, എല്ലാ വർഷവും നമ്മൾ പോകുന്നതല്ലേ, പോയിട്ട് വരാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയൊക്കെ നിർത്തി നിന്നെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഈ പോകുന്ന വഴിക്ക് എത്ര ഞാൻ കരച്ചില്ല വണ്ടിയിലിരുന്ന്. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇറങ്ങി നിൽക്കണം, ഇരിക്കണം, കിടക്കാനും പറ്റുന്നില്ല, എനിക്ക് ആകെ വല്ലാത്തൊരവസ്ഥ. അങ്ങനെ അവിടെ മീറ്റിങ്ങിലെത്തി. ആ സമയത്ത് അവിടെ ഫ്രണ്ടിൽ TNDസിനെ വിളിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ അനിയൻ എന്നെ വന്ന് വിളിച്ചു, നീ വാ നമുക്ക് TND മീറ്റിങ്ങിന് പോകും. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, നീ എന്റെ കണ്ടീഷൻ കണ്ടിട്ട് തന്നെയാണോ നീ ഇത് എന്നോട് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അമ്മയൊക്കെ പറഞ്ഞു മക്കളൊന്ന് പോ, അവന്റെ കൂടെ കൂട്ടിനെങ്കിലും നീ പോയി അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ഒരു സെക്ഷൻ ആരാധനയൊക്കെ ഭയങ്കര ഡാൻസും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തോമസുട്ടി ഞങ്ങൾ വന്നിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായില്ല, സത്യം പറഞ്ഞാൽ ഞാൻ നടുവിൽ കൈവച്ച് പ്രാർത്ഥിച്ചൊന്നും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞ് തോമസുട്ടി ഞങ്ങൾ പിന്നെയും ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ ഉള്ളിൽ തോന്നി എനിക്ക് ബെൽറ്റ് ഒന്ന് മാറ്റണം. അപ്പൊ തൊട്ടടുത്ത് നിന്ന് ആന്റിയുടെ സഹായത്തോടെ ഞാൻ ഈ ബെൽറ്റ് അങ്ങ് ഊരി. ഇത് ഊരി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ നടുവിൽ കർത്താവ് തൊട്ടു എന്നുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ അന്ന് അവിടെ സാക്ഷ്യം പറഞ്ഞു. അതിനുശേഷം ഇതിപ്പോ 3-ാമത്തെ വർഷമായി, ഇതുവരെ എനിക്ക് നടുവേദനയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ എനിക്ക് ഉണ്ടായിട്ടില്ല. എത്ര മണിക്കൂർ വേണോ ഞാൻ ഡ്രൈവ് ചെയ്യും, ആ സമയത്തൊന്നും എനിക്ക് നടുവേദനയോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കോളേജിൽ ഞാൻ ഒത്തിരി ലീവ് എടുത്ത കാരണം പിന്നീട് അടുത്തടുത്ത സെമസ്റ്ററിലൊക്കെ പോകുമ്പോൾ അവർക്ക് എന്നെ കയറ്റാൻ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്ന് വെച്ചാൽ അവര് പറഞ്ഞു ഈ കുട്ടീനെ നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഒന്നും ഇല്ലെങ്കിലും അവര് പറഞ്ഞു എന്നോട് എന്തോ എന്നോട് മാത്രം ഒരു വേർതിരിവ് കാണിക്കുന്ന പോലെ. എന്നോട് പറഞ്ഞു ഇതിന് ഫീസൊന്നും അടച്ചിട്ടൊന്നും കാര്യമില്ല, ഇവിടെ വരണമെന്നൊന്നും ഇല്ല. ഞാൻ പോയാലും അറ്റൻഡൻസ് തരാത്ത അവസ്ഥയായി. അറ്റൻഡൻസ് തരൂല, എന്നെ 4th സെമസ്റ്റർ എക്സാം എഴുതിക്കത്തില്ല. ഞാൻ ലാസ്റ്റ് സെമസ്റ്റർ 5th സെമസ്റ്റർ 3-ാമത്തെ വർഷത്തിൽ ആദ്യത്തെ സെമസ്റ്റർ എക്സാം എഴുതാൻ പോയപ്പോൾ ഇവരെന്നോട് പറഞ്ഞു എക്സാം ഒന്നും എഴുതിക്കാൻ പറ്റത്തില്ല, ഇതിപ്പോ നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ വന്നിട്ടുണ്ടല്ലോ, അറ്റൻഡൻസ് ഉണ്ടല്ലോ, അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല ഇല്ല അത് പറ്റൂല, അത് റീസൺ ഒന്നും ഇല്ല, അത് വേണ്ട എന്നുള്ള രീതിയിലായി. അവരെന്നെ ഒരുമാതിരി അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പൊ ഫീസ് അടയ്ക്കാൻ ചെന്നപ്പോഴും അവര് പറഞ്ഞു വേണ്ട, ബുദ്ധിമുട്ടി അടയ്ക്കണമെന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അതില് ഞാൻ ഒത്തിരി മനസ്സ് വിഷമിച്ച് ഞാനായിട്ടൊരു തീരുമാനം എടുത്തു. ഇങ്ങനൊരു കോളേജിൽ പഠിക്കാൻ ഞാൻ പോകുന്നില്ല എന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ പറഞ്ഞു അമ്മ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ, എനിക്ക് പറ്റില്ല ഈ കോളേജിൽ പോകാൻ. കാരണം കോളേജിൽ പോയാലും എനിക്ക് സപ്പോർട്ടിന് ടീച്ചേഴ്സ് ഇല്ല, അവിടുത്തെ മാനേജ്മെന്റ് ആയാലും എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വരണ്ട, ഞാൻ പോയാലും ഞാൻ ക്ലാസ്സിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ട്, പക്ഷെ അവരെനിക്ക് അറ്റൻഡൻസ് തരത്തില്ല. അറ്റൻഡൻസ് ഇല്ലാത്തൊരു വ്യക്തി അവർക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് എഴുതിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഹാൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പൊ ഒരു മനഃപൂർവ്വം അറ്റൻഡൻസ് തരാത്തൊരു രീതി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഡ്രോപ്പ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്കും പപ്പ എന്നോട് പറഞ്ഞു നിന്റെ 3 വർഷം ഇവിടെ പോയില്ലേ, നീ എന്ത് തീരുമാനിച്ചിട്ടാണ് നീ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വീട്ടിൽ വന്നിരിക്കുന്നത്. എന്റെ അപ്പ എന്നെ കുറ്റപ്പെടുത്തി, പപ്പ ഒത്തിരി എന്നെ കുറ്റപ്പെടുത്തി. പപ്പ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയ നിന്റെ ഭാവി എന്താവുമെന്ന് നിനക്ക് വല്ല ചിന്തയുണ്ടോ?
അതേ സമയത്ത് തന്നെ എന്റെ ബന്ധുക്കളൊക്കെ ഈ വിവരം അറിഞ്ഞു. അപ്പൊ അവരും പറഞ്ഞു, നിന്റെ ഭാവി പോയില്ലേ, നീ ഇനി എപ്പോ പഠിച്ച്, നീ ഇനി എപ്പോ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത്, നീ ഇനി എപ്പോ ജോലിക്ക് കയറാനാണ്, ഇനി എപ്പോ നിനക്ക് ഏതെങ്കിലും കോളേജിൽ ഇനി അഡ്മിഷൻ കിട്ടുമോ, സിസ്റ്റം ഒക്കെ മാറിയില്ലേ, അവരൊക്കെ ഏജ് വെച്ച് ഇങ്ങനെ അഫോർഡ് ചെയ്യോ നിന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പോഴൊക്കെ മനസ്സിൽ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവെ, ഞാൻ എടുത്ത ഡിസിഷൻ തെറ്റായിരുന്നോ എന്ന് ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ആലോചിച്ചിട്ട് ഞാനിങ്ങനെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചൊന്നുമില്ല, ഞാൻ ഒറ്റ കാര്യം കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്റെ പോയ ഭാവി എനിക്ക് അത് തിരിച്ചു വേണം. കർത്താവിനറിയാലോ എന്റെ ഫ്യൂച്ചർ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടത്താൻ കർത്താവിനറിയാം. ഞാൻ ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ഞാൻ ഇരുന്നത്. ഞാൻ പപ്പ പറഞ്ഞ വാക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, ആര് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചില്ല. എനിക്കൊരൊറ്റ ധൈര്യം ഉണ്ടായിരുന്നു, എന്റെ ഫ്യൂച്ചർ കർത്താവിന്റെ കയ്യിലാണോ, കർത്താവ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടത്തുന്നുള്ളൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ എനിക്ക് ക്രൈസ്റ്റ് നഗർ കോളേജിൽ എനിക്ക് അഡ്മിഷൻ വന്നു. അഡ്മിഷൻ അലോട്ട്മെന്റ് വന്ന് എനിക്ക് ആദ്യം BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനാണ് സീറ്റ് കിട്ടിയത്. അപ്പൊ ഞാൻ പോയി അടുത്ത പ്രിൻസിപ്പലിനോട് പറഞ്ഞു, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് സൈക്കോളജിയാണ് താല്പര്യം. അങ്ങനെ അവര് പറഞ്ഞു, ശരി, ഞങ്ങൾ BSc സൈക്കോളജിയിൽ ഞങ്ങൾക്കൊരു സീറ്റ് അവൈലബിൾ ആണ്, അത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ BSc സൈക്കോളജിക്ക് അഡ്മിഷൻ എടുത്തു. ഞാൻ അവിടെ അഡ്മിഷൻ എടുത്ത സമയത്ത് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത കോളേജിൽ എന്നെ പഠിപ്പിച്ച ആ ടീച്ചർ ഇവിടെ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്നോട് ചോദിച്ചു, ആർഷ ആ കോളേജിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്തതല്ലേ, അപ്പൊ ആർഷ ഇവിടെ സക്സീഡ് ആവുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല മാം, എനിക്കൊരു തോന്നി, എനിക്ക് പഠിക്കാൻ വരണമെന്ന് തോന്നി, ഞാൻ അതുകൊണ്ട് വന്നു എന്ന് മാത്രമേ ഞാൻ വന്ന ആ മാമിനോട് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതി കഴിഞ്ഞു. ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ഒക്കെ എന്ന് പറഞ്ഞാൽ FIUGP 4 വർഷമാണ്, ഫുൾ സിലബസ് മാറി, പഠിക്കാൻ വേണ്ട മെറ്റീരിയൽസ് ഒന്നും ഇല്ല. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഒക്കെ എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ്. ഞാൻ തുറന്നു പോലും നോക്കാതെ പോയി എഴുതിയ എക്സാം ആയിരുന്നു അത്. ഞാൻ പോയി എഴുതി. ഞാൻ ഒരൊറ്റ കാര്യം, കർത്താവ്, എന്നെ ഇവിടെ രണ്ടാമത് നീ ആക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് വേണം, ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പോയി, എന്റെ കഴിവൊന്നുമല്ല, ഞാൻ പഠിച്ച ലെവൽ വെച്ചിട്ടാണെങ്കിൽ എനിക്കൊന്നും കിട്ടേണ്ടതല്ല. ഞാൻ പോയി യൂണിവേഴ്സിറ്റി എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ A ഗ്രേഡ് ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ, ഞാൻ തന്നെയാണോ ഇത്? പോസ്റ്റർ കണ്ടപ്പോ ഞാൻ തന്നെ ആകെ ആകെ അതിശയിച്ചു പോയി. എന്നിട്ട് ഞാൻ നോക്കി, ഞാൻ പിന്നെ റീചെക്ക് ചെയ്തു, പപ്പയുടെ കൊണ്ടുകൊടുത്തു, അമ്മയുടെ കൊണ്ടുകൊടുത്തു, എന്റെ ഫ്രണ്ട്സിന്റെ കൊടുത്തു, ഇത് ഞാൻ തന്നെയാണോ എന്ന് നീ ഒന്ന് നോക്കി പറ. അപ്പൊ അവരെല്ലാം പറഞ്ഞു, നീ തന്നെയാണത്, അത് നിന്റെ പേര് തന്നെയാണ്, നിന്റെ ഫോട്ടോ തന്നെയാണ്, നീ ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷമാണോ എനിക്ക്, എന്തെന്നറിയാത്ത ഒരു വല്ലാത്തൊരു സന്തോഷം എന്റെ മനസ്സിൽ അന്നുണ്ടായി. ഞാൻ എന്നിട്ട് സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതി. സെക്കൻഡ് സെമസ്റ്റർ റിസൾട്ട് വന്നപ്പോഴും സെയിം തന്നെ, അത് യൂണിവേഴ്സിറ്റിയിൽ A ഗ്രേഡ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷനോടെയാണ് പാസ്സായതെന്ന് കോളേജിനകത്ത് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ വന്നു. അങ്ങനെ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ പപ്പയുടെ അടുത്ത് പോയി പറഞ്ഞു, പപ്പ കണ്ടോ, കർത്താവ് എന്റെ ഫ്യൂച്ചർ പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞതല്ലേ, ഇപ്പൊ എങ്ങനെയുണ്ട്? അന്ന് പപ്പ അഡ്മിഷൻ എടുക്കാൻ പോയ ടൈമിൽ എന്നോട് പറഞ്ഞു, അവിടെ ഒരു സ്ക്രീന് വെച്ചിട്ടുണ്ട്, ആ സ്ക്രീനിനകത്ത് ഏറ്റവും ടോപ്പ് സ്റ്റുഡൻസിന്റെ പേര് മാത്രമേ അവർ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞു, ഇത് നിന്റെ രണ്ടാമത്തെ ചാൻസ്, നിനക്ക് വേണം എന്ന് വെച്ച് പഠിച്ചാൽ നിനക്ക് അതില് നിന്റെ ഫോട്ടോ കാണാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ പപ്പ എന്നെ സത്യം പറഞ്ഞ എന്നെ കളിയാക്കിയതാണ്. ഞാൻ എന്നിട്ട് ഇത് കഴിഞ്ഞ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ പപ്പയോട് ചോദിച്ചു, പപ്പയല്ലേ എന്റെ അടുത്ത് പറഞ്ഞ ആ സ്ക്രീനിനകത്ത് എന്റെ ഫോട്ടോ വരുമോ വേണമെന്ന് വെച്ച് പഠിച്ചാൽ വരുമെന്ന്. പപ്പ കണ്ടോ, ആ സ്ക്രീനിനകത്ത് എന്റെ ഫോട്ടോ വന്നു, ഞാൻ കാണിച്ചു തരാം പപ്പയ്ക്ക്, പപ്പ കോളേജിലോട്ട് വന്നാൽ മതി. അങ്ങനെ പപ്പ കോളേജിൽ വന്നപ്പോഴത്തേക്ക് പപ്പ കണ്ടു എന്ന് പറഞ്ഞു അത്. അങ്ങനെ ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് എന്റെ ഭാവി തകരുമെന്ന് വിചാരിച്ചെടുത്തു നിന്ന് കർത്താവ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് കോളേജിൽ അഡ്മിഷനും തന്നു. അവിടെ ഏറ്റവും മാനിച്ച് എന്റെ വിദ്യാഭ്യാസത്തെ ആ ഒരു റിസൾട്ടിനെ തന്നെ കർത്താവ് മാറ്റി. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എനിക്ക് A+ ആയിരുന്നു. ഞാൻ A+ പോയിട്ട് അതിനകത്ത് B ഗ്രേഡ് പോലും കിട്ടുമെന്ന് വിചാരിച്ച സബ്ജക്റ്റ് അല്ല അത്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്റ്റ് ആണ്, ഞാൻ തുറന്നു പോലും നോക്കാത്ത സബ്ജക്റ്റ്. അതിന് എനിക്ക് A+ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 2 സെമസ്റ്ററിൽ എനിക്ക് A+ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്ത് പഠിക്കാൻ സാധിക്കത്തില്ലെന്ന് ഞാൻ വിചാരിക്കുന്ന, പക്ഷെ കർത്താവ് അവിടെ പ്രവർത്തിച്ചു. കർത്താവ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആ 2 സെമസ്റ്ററിൽ നിന്ന് ഇന്നെന്നെ മാനിച്ച് കർത്താവ് കോളേജിൽ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, കർത്താവ് എന്റെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ട്, ലജ്ജിച്ചു പോകത്തില്ല. നമുക്ക് നാട്ടുകാരൊക്കെ പലതും പറയും, ഇത് നിന്റെ ഭാവി ഇവിടെ തകർന്നു, ഇവിടെ തീർന്നു, ഇനി നിനക്ക് മുന്നോട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്റെ ഫാമിലിയിലും ഉണ്ട്. ഇന്നൊക്കെ അവരെ എന്റെ മുഖത്ത് നോക്കാൻ പോലും മടിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ കൊച്ചിനെയാണല്ലോ ഞങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നൊരു ചിന്ത. എന്റെ വല്യമ്മവരൊക്കെ വന്നിട്ട് പറയും, മോളെ നീ തന്നെയാണോ ഇത് എന്നൊക്കെ ചോദിച്ച ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്.
അങ്ങനെ കർത്താവ് എന്നെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ അങ്ങ് വലിയ എന്റെ ലെവലേ അങ്ങ് മാറ്റിയതുപോലെയായിരുന്നു എന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അത് ഞാൻ പറയുന്നത് മറ്റൊരാളുടെ മുന്നിൽ നമ്മളെ ലജ്ജിച്ചു പോയി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇല്ല, നമ്മളെ ലജ്ജിച്ചു പോയിട്ടില്ല. കർത്താവ് നമ്മളെ അതിനപ്പുറം മാനിക്കും. അവരുടെ മുന്നിൽ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വിരുന്ന് കർത്താവ് ഒരുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. കാരണം എന്റെ ഇവന്റെ ലൈഫിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞാലൊന്നും തീരത്തില്ല. കടബാധ്യതയിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു കർത്താവ്, ഞങ്ങൾക്ക് മനസമാധാനം തന്നു. ഞങ്ങളെ നിന്ദിച്ചവരുടെ മുന്നിൽ കർത്താവ് ഞങ്ങളെ മാനിച്ചു. ഇന്ന് പപ്പേനെ ആരൊക്കെ നിന്ദിച്ചോ, പപ്പേനെ ആരൊക്കെ ശാപമാക്കിയിട്ട് അവരൊക്കെ പപ്പയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന്. കാരണം അത്രയും നിന്ദിക്കപ്പെട്ട് നിന്നാപാത്രങ്ങളായിട്ട് മാത്രം മാറിയ ഞങ്ങളുടെ കുടുംബത്തിനെ കർത്താവ് ഇത്രയും മാനിച്ച് ഉയർത്തി ഇന്ന് ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന, ഞങ്ങളുടെ ഈ സാക്ഷ്യം കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് ഇന്ന് വിടുവിക്കും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടോ ആരും ലജ്ജിച്ചു പോകത്തില്ല. ചിലപ്പോൾ നിങ്ങളുടെ രോഗാവസ്ഥയിലായിരിക്കും, എന്ത് ഭാരത്തിലോ ആയിരിക്കും, കർത്താവ് ഇന്ന് നിങ്ങളെ വിടുവിക്കും. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കോ, ലജ്ജിച്ചു പോകാനായിട്ട് ഇട വരുത്തത്തില്ല കർത്താവ്. ഇന്ന് എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, ഇന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ചുരുക്കം ചില വാക്കുകളൊന്ന് പ്രാർത്ഥിക്കാവോ? പ്രിയ പിതാവെ, നന്ദിയുടെ സ്തുതിക്കുന്ന കർത്താവെ, ഇന്ന് ഈ സൂം മീറ്റിങ്ങിലൂടെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരൊക്കെ ഉണ്ടോ കർത്താവ്, ഇന്ന് ഞങ്ങളുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ കർത്താവ്, അവരുടെ മേൽ അത്ഭുതം അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവെ. എന്റെ അനിയനെ പോലെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ വിഷയത്താൽ ഭാരപ്പെടുന്നവരുണ്ട്, ആ കുഞ്ഞുങ്ങളെ കർത്താവ് അങ്ങ് തൊടുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. അതുപോലെ തന്നെ നടുവേദനയുടെ വിഷയത്താലോ കർത്താവ് ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവെ, അവരുടെ മേൽ കർത്താവ് അങ്ങയുടെ അടിപ്പിണരുള്ള കരം അങ്ങ് വയ്ക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. എനിക്ക് തന്ന സൗഖ്യം കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ സൗഖ്യം കർത്താവ് അവരുടെ കുടുംബത്തിലും വ്യാപരിക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. ഇനി ഞങ്ങൾ അറിഞ്ഞ കർത്താവിനെ അവര് രുചിച്ചറിയാൻ പോകുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. അതുപോലെ തന്നെ കർത്താവ്, വിദ്യാഭ്യാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്, അവരങ്ങ് മാനിക്കണം കർത്താവ്. ദൈവമേ, അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ അങ്ങ് ഉയർത്തി മാനിക്കണം കർത്താവ്. അവർക്ക് പഠിക്കാൻ പറ്റാതിരിക്കുന്ന സബ്ജക്റ്റ് ആണോ, അങ്ങ് ഗൈഡ് ചെയ്യണം കർത്താവ്. ദൈവമേ, അങ്ങ് അവരതിലും ഏറ്റവും ആ സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റിലാണോ അവർ ഫെയിൽ ആയി കിടക്കുന്നത്, ആ സബ്ജക്റ്റിൽ അവർ ഏറ്റവും ടോപ്പായിട്ട് മാറുന്ന ലെവലിൽ കർത്താവ് ദൈവമേ അങ്ങ് ഉയർത്തുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരിക കർത്താവ്. അവരെന്ത് അവസ്ഥയിലാണോ ആയിരിക്കുന്നത്, എന്ത് ഭാരത്തിലാണോ ആയിരിക്കുന്നത് കർത്താവ്, ഞങ്ങളല്ല കർത്താവ് ഇത് കാണുന്നത്, അങ്ങ് കണ്ടിട്ടുണ്ടല്ലോ കർത്താവ്. അതിന്റെ മേൽ പൂർണ്ണ വിടുതൽ അങ്ങ് കൊടുക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. അങ്ങ് അവരെ ദേശത്തായാലും കർത്താവ് അവരെവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു അവിടെ എല്ലാം അങ്ങ് മാനിക്കുന്ന കൃപയ്ക്ക് നന്ദി കർത്താവ്. ഓരോ നിന്മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരിക കർത്താവ്. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്ക് നന്ദി, യേശു നാമത്തിന്റെ പിതാവേ, ആമേൻ. ആമേൻ. ഈശോയെ കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആർസിസിനെയും കുടുംബത്തെ അനുഗ്രഹിച്ച പോലെ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് കർത്താവ് ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. അവൻ ഒരു നാളും നമ്മൾ ലജ്ജിച്ചു പോകാൻ ഇട വരുത്തത്തില്ല. ഹല്ലേലൂയ. നമ്മളോടൊപ്പം ഇന്ന് വചനം സംസാരിക്കാനായിട്ട് കാട്ടാക്കട നിതിൻ ബ്രദർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഓവർ ടു നിതിൻ ബ്രദർ. ഹല്ലേലൂയ. വീണ്ടും വരുന്നവരായ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുവാണ്. അതോടൊപ്പം തന്നെ കർത്താവിൽ നമ്മെ വഴി നടത്തുന്ന പ്രിയത്വങ്ങളുടെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര അനുഗ്രഹമായ സാക്ഷ്യം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തെ ആ തകർച്ചയിൽ നിന്ന്, അവരുടെ അവസ്ഥകളിൽ നിന്ന് ഹല്ലേലൂയ കർത്താവ് വിടുവിച്ച് ഇന്ന് അത്ഭുത സാക്ഷ്യമാക്കി നമ്മുടെ മുമ്പിൽ നിർത്തിയിരിക്കുക. സ്തോത്രം. ആ കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഹൈപ്പർ ആക്ടിവിറ്റിക്ക് നമുക്ക് പലപ്പോഴും പറയാറുണ്ട് മരുന്നില്ല. പക്ഷേ ഇന്ന് യേശു കർത്താവ് സൗഖ്യദായകനാണ്. ഹല്ലേലൂയ. തകർന്ന വിദ്യാഭ്യാസത്തെ, ആ മകളുടെ തകർന്ന വിദ്യാഭ്യാസത്തെ കർത്താവ് ഏറ്റവും അനുഗ്രഹമാക്കി വാലല്ല തലയാക്കി തീർത്തു. എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ ഇറക്കി വിടേണ്ടി വന്നത്, അവിടെ കർത്താവ് അത്ഭുതകരമായി മാനിച്ച് ആ കോളേജിൽ മുഴുവൻ അനുഗ്രഹത്തിന് നമ്പർ 1 ആക്കിയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് മകള് പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് നമ്മുടെ യേശു കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് യേശു കർത്താവിൽ ധൈര്യത്തോടെ ഉറപ്പോടെ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ, നിങ്ങൾ ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. നിങ്ങൾ ഒരിടത്തും നിരാശരായി പോകുവാൻ, ഒരിടത്തും തകർന്നു പോകുവാൻ, നിങ്ങൾ പരാജയപ്പെടുവാൻ യേശു കർത്താവ് അനുവദിക്കത്തില്ല. കാര്യം ഹല്ലേലൂയ, ഇന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്കൊരു വചനം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11:40 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് യേശു കർത്താവ് മാർത്തയോട് പറയുന്ന ഒരു വാക്കാണ്. ഹല്ലേലൂയ. ലാസർ മരിച്ചപ്പോൾ യേശു കർത്താവ് 3 ദിവസം കഴിഞ്ഞിട്ടാണ്
ആ ഭവനത്തിലേക്ക് കയറി ചെല്ലുന്നത്. താൻ അവിടെ നിൽക്കുന്ന വ്യക്തികളോട് കല്ലുരുട്ടി മാറ്റുവാൻ, അതായത് കല്ലറയുടെ കല്ലുരുട്ടി മാറ്റുവാനായിട്ട് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാർത്ത യേശു കർത്താവിനോട് പറയുകയാണ്, കർത്താവെ മരിച്ചിട്ട് 4 ദിവസത്തോളമായി, മരിച്ചു, നാറ്റം വെച്ച് കാണും, ഇനി അവിടെ ഒന്നും ചെയ്യുവാനില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളും ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും ജീവിതത്തിന്റെ അവസ്ഥകൾ ചിലപ്പോൾ ഈ ഇതേ സാഹചര്യത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. നിരാശയിൽ, ഹല്ലേലൂയ, സകലതും തകർന്ന് ഇനി ഒരു നന്മയും എന്റെ ജീവിതത്തിൽ വരാനില്ല, എന്റെ ജീവിതം ഒന്നിനും കൊള്ളത്തില്ല എന്ന് ചിന്തിച്ച് നിരാശയോടെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചു കളഞ്ഞാലോ എന്നുള്ള ചിന്തകളാൽ പോലും അനേകരും തന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇന്ന് ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ, നമുക്ക് വചനം വായിക്കുമ്പോൾ നമുക്കറിയാം, ഉൽപ്പത്തിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹല്ലേലൂയ, ആദിയിൽ അല്ലെ, ആ സർവ്വതും പാഴും ശൂന്യമായിട്ടായിരുന്നത്. പക്ഷേ ദൈവം ആ പാഴിനെയും ശൂന്യതയും നോക്കിയാ പറഞ്ഞത് ഉണ്ടാകട്ടെ എന്ന്. ഹല്ലേലൂയ, ആ ശൂന്യമായി കിടക്കുന്നതിനെ നോക്കി, ഒരു നന്മയും ഇല്ലാതെ കിടക്കുന്ന സാഹചര്യത്തെ നോക്കി ദൈവം പറയുക ഉണ്ടാകട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെ സൃഷ്ടിപ്പ് നടന്നുവെങ്കിൽ, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങളും വിശ്വസിച്ചേ. ഇന്ന് നിങ്ങളുടെ ജീവിതവും തകർന്നിരിക്കുമായിരിക്കാം, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയും ചിലപ്പോൾ അതുപോലെ പാഴും ശൂന്യമായി കിടക്കുമായിരിക്കാം. പക്ഷേ ഇന്ന് യേശു കർത്താവിന്റെ ഒരു വാക്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം മാറി മറിയുവന്നേ. ഇന്ന് എഴുന്നേൽക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറുവന്നേ. ഇന്ന് യേശു കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിശ്ചയം. ഹല്ലേലൂയ, ഇന്ന് തകർന്നിരിക്കുവാണോ? നിരാശപ്പെടേണ്ട. നിന്റെ കുടുംബത്തിന് വേണ്ടി കർത്താവ് ഒരു പുതു വഴി തുറന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് ഒരു പുതു വഴി തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ, അത് ഓർത്ത് സന്തോഷിച്ചാട്ടെ. ഇന്ന് നിരാശപ്പെടാതെ, ദുഃഖിക്കാതെ, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കാതെ, എന്റെ വിടുതൽ എപ്പോഴാ വരുന്നതെന്ന് ഓർത്ത് നിരാശയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ, അല്ലെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള നിരാശയുടെ വാക്കുകൾ പറയാതെ, ഹല്ലേലൂയ, ഇന്ന് യേശുവിൽ വിശ്വസിച്ച് യേശുവിന്റെ ജീവിതത്തിൽ ഉള്ളതിനാൽ, ഹല്ലേലൂയ, ഇന്ന് ഞാനും എന്റെ കുടുംബവും അനുഗ്രഹമാകും. വിളിച്ചു പറയാൻ റെഡിയാണോ? യെസ്, നിങ്ങളുടെ അനുഗ്രഹം വെളിപ്പെടാൻ പോകുക, നിങ്ങളുടെ അത്ഭുതം യെസ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുക. കാര്യം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഹല്ലേലൂയ, നമ്മൾ കണ്ടു കാണത്തില്ല, യെസ് നമ്മൾ കേട്ട് കാണത്തില്ല, പക്ഷെ നമുക്ക് ഒരു ചിന്ത കാണുമായിരിക്കും എപ്പോഴാ വരാൻ പോകുന്നത്. നമ്മുടെ നന്മ നമ്മൾ ചിലപ്പോൾ കണ്ടു കാണത്തില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ കാണാത്തത്, ഒരു കണ്ണ് കാണാത്തത്, ഒരു ചെവി കേൾക്കാത്തത്, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ഇതുവരെയും തോന്നിയിട്ടില്ലാത്തത് പോലും നിനക്ക് വേണ്ടി നിന്റെ കർത്താവ് ചെയ്തു തരും. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി നന്മയ്ക്ക് ഒരു വഴിയും നീ കാണുന്നില്ലായിരിക്കാം. നിന്റെ അവസ്ഥകൾ മുഴുവൻ ഇന്ന് ഏറ്റവും മോശ അവസ്ഥയിലായിരിക്കുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഇന്ന് യേശു കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, വഴിയില്ലാത്ത ഇടത്തും കർത്താവ് നിനക്കായി വഴി തുറക്കും. കാര്യം അവിടെ പറയുക, വിശ്വാസം ഒന്ന് ആശിക്കുന്നതിന്റെ ഉറപ്പ്. നീ ഒന്ന് ഹൃദയത്തിൽ ആഗ്രഹിച്ചേ, ഹല്ലേലൂയ, നീ കണ്ടു കാണത്തില്ല, പക്ഷെ നിന്റെ ഹൃദയത്തിൽ അതൊന്ന് വിഷൻ കണ്ടേ. ഹല്ലേലൂയ, നിരാശപ്പെട്ടിരിക്കുന്ന ജീവിതമല്ല, തകർന്നിരിക്കുന്ന ജീവിതത്തെ അല്ല നീ കാണേണ്ടത്, പാഴും ശൂന്യമായിരിക്കുന്ന ജീവിതത്തെ അല്ല നീ കാണേണ്ടത്. ഹല്ലേലൂയ, ഇന്ന് നീ, ഹല്ലേലൂയ, നിന്റെ നന്മയൊന്ന് കണ്ടേ, നിന്റെ ഹൃദയത്തിൽ നിന്റെ അനുഗ്രഹം ഒന്ന് കണ്ടേ, നിന്റെ ഭവനത്തിന്റെ സമൃദ്ധി നീ ഒന്ന് കണ്ടേ. ഹല്ലേലൂയ, നീ ഇന്ന് നിന്റെ ഹൃദയത്തിൽ അത് വിഷ്വലൈസ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ, ഇന്ന് നിന്റെ ഹൃദയത്തിൽ നീ അത് കാണാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, യേശു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ, ഇന്ന് പാഴും ശൂന്യത നോക്കി ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചെങ്കിൽ, ഇന്ന് നിന്റെ പാഴും ശൂന്യമായിരിക്കുന്ന അവസ്ഥകളെ നോക്കി കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ സൃഷ്ടിപ്പ് നടക്കും, അവിടെ സാഹചര്യങ്ങൾ മാറും. ഹല്ലേലൂയ, അവിടെ അസ്ഥി താഴ്വാരമാണെങ്കിലും അവിടെ വലിയൊരു സൈന്യമായിട്ട് അത് എഴുന്നേൽക്കും. ഹല്ലേലൂയ, എബ്രായർക്കെഴുതിയ ലേഖനം 11:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഹല്ലേലൂയ, ഇന്ന് യേശു വിശ്വസിക്കുന്ന വ്യക്തിയാണോ നീ? ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ നീ വിശ്വസിക്കണം. എന്തോ വിശ്വസിക്കണം? എന്റെ മുഖം ലജ്ജിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. സാഹചര്യങ്ങൾ ചിലപ്പോൾ പറയും, നാട്ടുകാർ ചിലപ്പോൾ പറയും, നിന്റെ അയൽവാസികൾ ചിലപ്പോൾ നിന്റെ അടുത്ത് പറയും, ഹല്ലേലൂയ, നടക്കത്തില്ല, യെസ് ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. യെസ്, ഞങ്ങൾക്കറിയാം ഇതേ വിഷയത്തിലൂടെ അനേകർ തകർന്നു പോയതാണെന്ന് ചിലപ്പോൾ ഈ ലോകം നിന്നോട് പറയും, നിന്റെ ബുദ്ധിയും നിന്നോട് പറയും. എന്ത് പറയും? ഇതിന്റെ അകത്ത് നിന്ന് ഒരു നന്മ ഉണ്ടാകാനുള്ള സാഹചര്യം ഒന്നും കാണുന്നില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ,
നിന്റെ ബുദ്ധിയിലല്ല ആശ്രയം, നിന്റെ ജ്ഞാനത്തിലല്ല ആശ്രയം. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം ഹല്ലേലൂയ നിനക്ക് വേണ്ടി വ്യാപരിക്കുമെന്ന്. ഹല്ലേലൂയ നിനക്ക് വേണ്ടി നിന്റെ ബലഹീനതയിൽ, ഹല്ലേലൂയ നിന്റെ കുറവുകളിൽ നിന്നെ ശക്തനാക്കുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോട് പറയട്ടെ, നിങ്ങളുടെ കുറവുകളിൽ, നിങ്ങളുടെ ബലഹീനതകളിൽ, ഹല്ലേലൂയ യെസ്, നിങ്ങളെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുവനല്ല നിങ്ങളുടെ കർത്താവ്. നിന്റെ എല്ലാ കുറവുകളിലും നിന്നെ താങ്ങി, ഹല്ലേലൂയ ആ കുറവുകളെ അതിജീവിച്ച് ജയാളിയായി നടക്കുവാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരുവൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ ഇന്ന് യേശു കർത്താവിലാ നിന്റെ വിശ്വാസമെങ്കിൽ ഇന്ന് മറ്റൊരിടത്തേക്ക് നോക്കാതെ, ഇന്ന് മനുഷ്യരിലേക്ക് നോക്കാതെ, എന്റെ സഹായം എവിടെ നിന്നാ എനിക്ക് വരാൻ പോകുന്നോർത്ത് ഭാരപ്പെടാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതെ ഇന്ന് കർത്താവിലേക്ക് നോക്കാവോ? ഇന്ന് യേശുവിന്റെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കാവോ? പ്രിയപ്പെട്ടവരെ, നിനക്ക് വേണ്ടി ആശ്വാസകാലങ്ങൾ അവന്റെ മുഖത്ത് നിന്ന് വരും. ഹല്ലേലൂയ നിനക്ക് വേണ്ടിയിട്ടുള്ള സമാധാനം ഇന്ന് കർത്താവ് നിനക്ക് തരും. ഇന്ന് യേശു കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്ന വ്യക്തി, യെസ് എനിക്ക് കർത്താവ് തക്ക പ്രതിഫലം തരും. ഇന്ന് ഞാൻ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എനിക്ക് അത്ഭുതം നടക്കും. നിങ്ങൾക്കറിയാം, രക്തസ്രാവക്കാരിയായ സ്ത്രീ, ഹല്ലേലൂയ ഇന്ന് അവൾ വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? ഇന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും ഞാൻ തൊട്ടാൽ ഞാൻ ഇന്ന് സൗഖ്യമാകും. പ്രിയപ്പെട്ടവരെ, ആ വ്യക്തി തന്റെ സാഹചര്യത്തെ നോക്കിയില്ല, അല്ലെ? താൻ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആൾക്കാരെ തന്നെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള സാധ്യതയുണ്ട്. തന്റെ ഏറ്റവും അപകടകരമായ രീതിയിലാണ് താൻ ഇന്ന് പുറത്തിറങ്ങിയത്. തന്റെ ഹൃദയത്തിൽ ആഗ്രഹം ഇതായിരുന്നു, എന്തുവാ? ഇന്ന് യേശുവിനെ കാണാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ആ തിരക്കിന്റെ ഇടയിൽ നിന്ന് ആ വസ്ത്രത്തിന്റെ ഒരറ്റമെങ്കിലും എനിക്കിന്ന് തൊടാൻ സാധിക്കും. ഞാനും തൊടുവാണെങ്കിൽ എനിക്കിന്ന് നിശ്ചയമായും ഒരു അത്ഭുതം നടക്കും, ഒരു വിടുതൽ നടക്കും. തന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ടു, തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, തനിക്കിനി ഒന്നുമില്ല, തന്റെ ജീവിതം ഏറ്റവും പാഴും ശൂന്യമായി കിടക്കുക. പക്ഷെ ആ വ്യക്തി സ്റ്റെപ്പ് വെച്ചെന്നേ, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ചെന്നേ, താൻ വീട്ടിൽ അടച്ചു മൂടിയിരിക്കാതെ, ഹല്ലേലൂയ തന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ, തീർന്നു എന്ന് പറഞ്ഞിരിക്കാതെ, യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ, യേശുവിന്റെ സുവിശേഷം കേട്ടപ്പോൾ താൻ വീട് വിട്ട് ഇറങ്ങിയെന്നേ. ഹല്ലേലൂയ അവൾ ഇറങ്ങി, ഹല്ലേലൂയ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടുന്നേ. ഹല്ലേലൂയ എന്നാ സംഭവിച്ചത്? പ്രിയപ്പെട്ടവരെ, അവിടെ അത്ഭുത സൗഖ്യം നടന്നുവെങ്കിൽ, ഹല്ലേലൂയ തന്നെ ബാധിച്ചിരുന്ന രോഗത്തിൽ നിന്ന് തനിക്ക് വിടുതൽ ലഭിച്ചെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് അതേ കർത്താവ് നമ്മളുടെ കൂടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് ആ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഇന്ന് ഞാനും വിടുതൽ പ്രാപിക്കും, ഞാനും ഇന്ന് എന്റെ അത്ഭുതം പ്രാപിക്കും. ഇന്ന് വിശ്വാസത്തോടെ എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, യെസ് എന്റെ അത്ഭുതം വരുവാണെന്ന് പറയാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ അത്ഭുതം ഇതാ വെളിപ്പെട്ട് കഴിഞ്ഞെന്നേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അത്ഭുതം വന്നു കഴിഞ്ഞെന്നേ. ഹല്ലേലൂയ മറ്റുള്ളവർ പറയുന്നത് നോക്കണ്ട, സാഹചര്യത്തെ നോക്കണ്ട, ഇന്ന് കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കിയാൽ മതി. ഇന്ന് ദൈവത്തിന്റെ, യേശുവിന്റെ അടുക്കലേക്ക് വരുന്നവർ യേശു പ്രതിഫലം തരും, നിശ്ചയം. ആ ഉറപ്പോടുകൂടിയാ യേശുവിന്റെ അടുക്കലേക്ക് പോകേണ്ടത്. നിരാശയോടെയല്ല. എന്റെ വിടുതൽ എപ്പോഴാ വരുന്ന കർത്താവെ? കരഞ്ഞ് നിരാശപ്പെട്ട്, കർത്താവ് എന്നാലും നീ എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. നോ, അങ്ങനെയല്ല. ആ ആറ്റിറ്റ്യൂഡോടെ അല്ല നമ്മൾ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നത്. ഇന്ന് സന്തോഷത്തോടെ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക, ഇന്ന് കർത്താവ് വിടുതൽ തരാൻ പോകുക. ഹല്ലേലൂയ നമുക്കറിയാം, ഒരു സഹസ്രാധിപൻ ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ശതാധിപൻ ഉണ്ടായിരുന്നു. തന്റെ കുഞ്ഞിന് സുഖമായപ്പോൾ എന്നാ പറഞ്ഞേ? കർത്താവെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവിടെ സൗഖ്യം നടക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താല പലരും അത്ഭുതങ്ങളെ പിടിച്ചെടുത്തത്. നമുക്കറിയാം, അബ്രഹാമിന് നമുക്കറിയാം, തന്റെ വയസ്സ് 100 സാറായിക്ക് തന്റെ ഗർഭപാത്രം അടഞ്ഞുപോയി. പക്ഷേ സാഹചര്യങ്ങളെ നോക്കാതെ, അവസ്ഥകളെ നോക്കാതെ, തന്റെ ശരീരത്തിലേക്ക് നോക്കാതെ, തന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ അവസ്ഥകളിലേക്ക് നോക്കാതെ, തന്റെ ബുദ്ധിയിൽ ചിന്തിക്കാതെ താൻ വിശ്വസിച്ചു. ഹല്ലേലൂയ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഈ മരുഭൂമിയിലെ മൾത്തരികളെയും സൃഷ്ടിക്കാൻ കഴിയുന്നവനെ, ഹല്ലേലൂയ എനിക്ക് തലമുറയിൽ തരാൻ കഴിയുമെന്ന് താൻ വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തെ ദൈവം മാനിച്ചു. യെസ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് നിന്റെ അത്ഭുതം നിന്റെ മുൻപിൽ നിൽക്കുക. നീ നിരാശപ്പെട്ടിരിക്കാതെ, നിന്റെ ഹൃദയത്തിൽ ഭാരം പിടിച്ചിരിക്കാതെ ഇന്ന് അതെല്ലാം മാറ്റിക്കളഞ്ഞു. ഇന്ന് എന്റെ കൂടെ കർത്താവ് ഉണ്ട്. ഇന്ന് എന്റെ കർത്താവ് അത്ഭുതം ചെയ്യാൻ മതിയായവനെന്ന് പറഞ്ഞ് നീ സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ മതിയെങ്കിൽ, ഹല്ലേലൂയ ഇന്ന് റെഡിയാണെങ്കിൽ നിന്റെ അത്ഭുതം നിന്റെ മുൻപിൽ നിൽക്കുക. ഇന്ന് കയ്യെത്തും ദൂരത്ത് നിൽക്കുക. നീ അത് പിടിച്ചെടുത്തേ, നിന്റെ അത്ഭുതത്തെ ഇന്ന് കരസ്ഥമാക്കിക്കേ, ഇന്ന് നിന്റെ നന്മയെ നീ പിടിച്ചെടുത്തേ. പ്രിയപ്പെട്ടവനെ, ഹല്ലേലൂയ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നേ. ഹല്ലേലൂയ ഇന്ന് ഈ വചനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും പറയുന്നത്, ഇന്ന് നമ്മള് വിശ്വാസത്തിൽ, ഹല്ലേലൂയ അത്ഭുതങ്ങളെ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന്. പ്രകൃതി ലേഖനം 12:2 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ യേശു. ഇന്ന് മറ്റൊന്നിലേക്ക് നോക്കണ്ട, മനുഷ്യനെ ആശ്രയിക്കേണ്ട, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തുണ്ടെന്ന് നോക്കണ്ട, നമ്മുടെ പോക്കറ്റിൽ എന്തുണ്ടെന്ന് നോക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് എന്ത് കഴിവുണ്ടെന്നോ എന്ത് സമ്പത്ത് ഉണ്ടെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളതിനാൽ ഇന്ന് അത്ഭുതം ചെയ്യാൻ യേശു കർത്താവ് മതിയായവന്. ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ചെറിയൊരു സാക്ഷ്യം കൂടെ ഞാൻ ചുരുക്കമായിട്ട് നിങ്ങളോട് പറയട്ടെ. പ്രിയപ്പെട്ടവരെ, എന്റെ പേര് ഞാനൊരു ഡോക്ടറാണ്. ഹല്ലേലൂയ
ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാനും വൈഫും വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 4 വർഷത്തോളം കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോ ഞങ്ങള് ആ- ആദ്യമൊന്നും ഗൗനിച്ചില്ല. പിന്നെ ലേറ്റ് ആയപ്പോൾ ഞങ്ങള് ലോകക്കാരെല്ലാരും ചെയ്യുന്നത് പോലെ ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കടന്നുപോയി. അപ്പോൾ ആ ഡോക്ടറിന്റെ അടുക്കലേക്ക് കടന്നുപോയപ്പോ ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, നാച്ചുറൽ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ചെക്ക് ചെയ്തതിനു ശേഷം പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം, നാച്ചുറൽ ആയിട്ട് നിങ്ങൾക്ക് കൺസീവ് ചെയ്യുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് ഒരു പ്രഗ്നൻസി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കത്തില്ല. അവർ ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാ, നിങ്ങൾ പോയിട്ട് ഈ ട്രീറ്റ്മെന്റ് ഒക്കെ എന്ത് ചിലവാകും എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ അതിനുള്ള സമ്പത്ത് റെഡിയാകുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ കയ്യിൽ കാശ് വരുന്നത്, ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആകുന്നത്, അപ്പോൾ നിങ്ങൾ കടന്നു വരിക, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യും. ഞങ്ങളോട് പറഞ്ഞത് മിനിമം ഒരു 1.5 വർഷമെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആ വാക്ക് കേട്ടപ്പോൾ ആദ്യമൊക്കെ ചെറിയൊരു നിരാശയും ഭാരവും ഒക്കെ എന്റെ ഹൃദയത്തിൽ തോന്നി. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നമ്മൾ ആരിലാ വിശ്വസിച്ചിരിക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കിക്കേ. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഞാൻ ആരിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, എന്റെ വൈഫ് എന്നോട് ആ വാക്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഞാൻ അതുവരെ ഒരല്പം നിരാശയോടെയും ഭാരത്തോടെയൊക്കെ ഇരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ വാക്ക് കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഞാൻ എത്ര ചെറിയ രീതിയിലാ ചിന്തിക്കുന്നത്, ഞാൻ ആരിലാ വിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തെ മുഴുവൻ ഒരൊറ്റ വാക്കിനാൽ ഉളവാക്കിയവനാ എന്റെ കർത്താവ്. ഈ ലോകത്തെ മുഴുവൻ വാക്കിനാൽ സൃഷ്ടിച്ചവനാണ് എന്റെ കൂടെ നടക്കുന്നത്, ഇന്ന് എന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത്. ഞാനിന്ന് നോക്കുന്നത് എന്റെ യേശു കർത്താവിന്റെ മുഖത്തേക്കാണ്. ഇന്ന് യേശു കർത്താവിന്റെ മുഖത്തേക്ക് നീ നോക്കിയിട്ടുണ്ടോ? നീ ലജ്ജിച്ചു പോകാൻ കർത്താവ് ഇടവരുത്തത്തില്ല. പ്രിയപ്പെട്ടവരെ, ഡോക്ടർ പറഞ്ഞു 1.5 വർഷം എടുക്കും, ഹല്ലേലൂയ, നാച്ചുറൽ ആയിട്ട് സാധ്യമല്ല എന്ന്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഏകദേശം 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട് ഹല്ലേലൂയ, ഒരു അത്ഭുതം ഹല്ലേലൂയ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു. എന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. പ്രിയപ്പെട്ടവരെ, ഇത് പറയുന്നത് ഞാനൊരു ഡോക്ടറാണ്. പലപ്പോഴും എന്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിച്ചു, നടക്കാൻ സാധ്യമല്ലല്ലോ, ഹല്ലേലൂയ. പക്ഷെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ജ്ഞാനം, പരിജ്ഞാനം, ഹല്ലേലൂയ, ഇന്ന് ആകാശവും ഭൂമി അകന്നിരിക്കുന്നത് പോലെ, യെസ്, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് ഹല്ലേലൂയ വളരെ ചെറുതാണ്. ഇന്ന് ബുദ്ധിയിൽ ചിന്തിക്കാതെ ഹല്ലേലൂയ, ഇന്ന് സർവശക്തനായവനിൽ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിനക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട 2 പൈതങ്ങളെ ഞങ്ങൾക്ക് കർത്താവ് തന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ സാക്ഷി നിങ്ങളോട് പറയുമ്പോൾ ഹല്ലേലൂയ, നിങ്ങളെ വീണ്ടും ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യം ഇതാ, ഇന്ന് യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നീ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലജ്ജിക്കുവാൻ കർത്താവ് ഇടവരുത്തത്തില്ല. എവിടെയാണോ തകർന്നത്, എവിടെയാണോ മനുഷ്യന്റെ ബുദ്ധിയിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞത്, അവിടെ തന്നെ കർത്താവ് നിന്നെ അത്ഭുതമാക്കി മാറ്റും. അവിടെ തന്നെ കർത്താവ് നിന്നെ അനുഗ്രഹത്തിന്റെ അടയാളമാക്കി മാറ്റും. അവിടെ തന്നെ നിന്റെ കർത്താവ് നിന്നെ ജയാളിയായി നടത്തുക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. എന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. നീ വിശ്വസിച്ച് നീ ഏറ്റെടുത്തേ. ഇത് കടുകുമണിയോളം നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇത് കടുകുമണിയോളം നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഹല്ലേലൂയ, നിന്റെ അത്ഭുതം നടക്കാൻ പോകുക. ഹല്ലേലൂയ. നീ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകുവാൻ പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസത്തിന്റെ ചുവട് വെച്ച് നിരാശയുടെ ദുഃഖത്തിന്റെ ഹല്ലേലൂയ പിറുപിറുപ്പിന്റെ വാക്കുകളല്ല നമുക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ. യേശുവിന്റെ കർത്താവാകിയാൽ ഞാനും എന്റെ കുടുംബവും അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ തലമുറയെ നോക്കി പറഞ്ഞേ, യേശുവിന്റെ കർത്താവാകിയാൽ എന്റെ തലമുറ അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കുഞ്ഞിന്റെ സാഹചര്യത്തെ നോക്കണ്ട, അവന്റെ അവസ്ഥയെ നോക്കണ്ട. ഹല്ലേലൂയ. ഇന്ന് വിശ്വസിച്ചുകൊണ്ട് നീ പറയാൻ റെഡിയായാൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ നിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് നിങ്ങളെ അത്ഭുതങ്ങളെ പിടിച്ചെടുക്കുന്നവരായിട്ട് മാറിക്കേ, അനുഗ്രഹങ്ങളെ പിടിച്ചെടുക്കുന്നവരായിട്ട് മാറിക്കേ. നിരാശയുടെ വാക്ക് പറയുന്നവരല്ല, നെഗറ്റീവ് പറയുന്നവരായിട്ടല്ല. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് അത്ഭുതങ്ങളെ കാണുന്നവരായിട്ട് നമുക്ക് മാറാം. സ്വതന്ത്രം നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ. സ്തോത്രം പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക. കർത്താവെ, ഇത് കേൾപ്പിച്ച സാക്ഷ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നീ അത്ഭുതം ചെയ്തെങ്കിൽ, ഡോക്ടർമാർ നടക്കത്തില്ല എന്ന് പറഞ്ഞെടുത്ത് കർത്താവെ അത്ഭുതത്തിന്റെ ഉറവ് നീ തുറന്നെങ്കിൽ, അത്ഭുതങ്ങളെ നീ ചെയ്തുവെങ്കിൽ യേശുവെ ഞങ്ങൾ വിശ്വസിക്കുക. ഇന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലും ഇന്ന് അതേ സാഹചര്യങ്ങളിലൂടെ ആരെങ്കിലും ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസം തകർന്ന് രോഗത്തിന്റെ വിഷയത്താൽ ഭാരപ്പെട്ട് ഹല്ലേലൂയ മന്ദിരങ്ങൾ തകർക്കപ്പെട്ട് ഭാരപ്പെട്ടോടെ ഇരിക്കുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ, കർത്താവെ അത്ഭുതം നടക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്ത കർത്താവ് ഇന്ന് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിക്കുക, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഞങ്ങൾ വിളിച്ചു പറയുക. കർത്താവെ, നീ അത് ചെയ്തു തരുവാൻ നീ വിശ്വസ്തനായതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെ മുഴുവൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ,
നന്മയാക്കി അനുഗ്രഹമാക്കി ദിവസങ്ങളിൽ നിന്റെ അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ സാക്ഷ്യങ്ങളാക്കി അവരായിരിക്കുന്ന ദേശങ്ങളിൽ നീ ഇവരെ ഉയർത്തി മാനിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ കൂടെ അനുഗ്രഹിക്കുന്നു. അത്ഭുതമാക്കി കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എല്ലാവരെയും ധാരാളമായിരിക്കും. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. മീറ്റിംഗുകൾ ഇതോടെ അവസാനിക്കുന്നില്ല. 11 മണിക്ക് അണ്ടർ ദ വിങ്സ് തോമസ് ബ്രദർ ലീഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 8:30 ഇന്നർ ചേംബർ ഉണ്ട്. കഴിവതും എല്ലാവരും മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടെങ്കിൽ ഹെവൻലി ഫീസിന്റെ പ്രയർ ടവർ നമ്പറായ 0481230555 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാക്ഷ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സാക്ഷ്യം ഞങ്ങളുമായിട്ട് പങ്കുവെക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 7025999555 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവെക്കാൻ കഴിയുന്നതാണ്. Amen. Amen. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ പ്രാർത്ഥിക്കുന്നു. സാർ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. Pray that every strongholds will be broken. Amen. In Jesus' name we pray. Amen. യേശുവിന്റെ നാമത്തിൽ എല്ലാ കോട്ടകളും നമ്മൾ മനുഷ്യരായി ഉണ്ടാക്കിയ എല്ലാ കോട്ടകളും യേശുവിന്റെ നാമത്തിൽ എല്ലാം let it break down into pieces and let it be destroyed. Let there be freedom in Christ. For you have come to give us freedom, Jesus. Freedom, even though there are tribulations, but in you there is freedom, Jesus. Amen. We pray for the peace. We pray for the inner peace, Jesus. You can give that, Jesus. Amen. We love you so much, Father. Amen. Thank you for this freedom that you have given us. Amen. This liberty you have given us. Amen. Thank you so much, Father. In Jesus' name we pray. Amen. 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 കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you all. It was glorious. It was led by the Holy Spirit. Truly. കർത്താവ് അനുഗ്രഹിക്കട്ടെ. 11 മണിയാകുമ്പോൾ തോമസ് കുട്ടിയങ്ങൾ കർത്താവിന്റെ ചിറകളിൽ നിന്ന് ഒരു വാക്കുമായി വൈകുന്നേരം 8:30 പതിവ് പോലെ തന്നെ നമ്മുടെ കുടുംബയോഗം ഇന്നർ ചേംബേഴ്സ് എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് നാളെ രാവിലെ ഈ നല്ല പരിശുദ്ധാത്മാവിന്റെ കൂട്ടത്തിൽ ഒരു യാത്രയ്ക്കും കൂടെ പോകാം. ഓൺ റൈസ് ആൻഡ് ഷൈൻ. ഗോഡ് ബ്ലെസ് യു.